ഹലോ, നിങ്ങളുടെ ഇറച്ചിയൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് മാത്രം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് അതിലോട്ട് തന്നെ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് 2 വലിയ മീഡിയം സൈസ് സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് തന്നെ കുറച്ച് ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കാം. മട്ടൺ ആയാലും ബീഫായാലും കുഴപ്പമില്ല, ഏതായാലും ചേർത്ത് കൊടുക്കാം. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 2 മീഡിയം സൈസ് ടൊമാറ്റോ ജ്യൂസാക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. അതിലോട്ട് തന്നെ 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇത് ഞാൻ പൊടിച്ചതാണ് കേട്ടോ. മുളക് നന്നായിട്ട് വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ശ്വാസം വിട്ടോട്ടെ. അത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം കുറച്ച് മാത്രം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 5-6 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 5-6 വിസിൽ വന്നതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ മസാലപ്പൊടികളൊന്നും തന്നെ ചേർത്തിട്ടില്ല, വെറും ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത കറിയാണ്. നല്ല നാടൻ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യട്ടോ. ഇനി ഇതിലോട്ട് 3 തണ്ട് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പാം. ഞാനിവിടെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ കൂടെ ഈ കറി നല്ല അടിപൊളി കോമ്പിനേഷനാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് വിളമ്പിട്ട് കറി കൂടി വിളമ്പിട്ടൊന്നൊരു പിടി പിടിക്കണം. ഫ്രിഡ്ജ് നിറയെ ഇറച്ചി വെച്ചിട്ട് ഈ കറി ഒന്ന് ചെയ്ത് നോക്കാത്തവർക്ക് വൻ നഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക.